ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധയെന്നറിയപ്പെടുന്ന വിശുദ്ധ കുത്സ്രേസ്യായുടെ വിശുദ്ധ പദവിയുടെ ശതാബ്ദി ആഘോഷം കഴിഞ്ഞിട്ട് ഒരു വർഷം തികയുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. ഇന്ന് നൊവേനയുടെ 3-ാമത്തെ ദിവസമാണ്, അവസാനത്തെ ദിവസമാണ്. ഈ അവസരത്തിൽ വിശുദ്ധ കുത്സ്രേസ്യയുടെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥം, സഹായം നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെ വിശുദ്ധ കുത്സ്രേസ്യയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വലിയ ഭക്തിയോടെ, വിശുദ്ധിയോടെ നമുക്ക് ഈ നൊവേന പ്രാർത്ഥനയിൽ പങ്കുചേരാം. കൊച്ചു ത്രേസ്യായെ ധന്യേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, സോദരർ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്ക സ്നേഹറാണി. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഈശോയെ, കന്യയും വേദപാരംഗതയുമായ വിശുദ്ധ കുത്സ്രേസ്യയുടെ ധന്യമായ ജീവിതത്തിലൂടെ ശിശുതുല്യമായ താഴ്മയുടെയും ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും മഹനീയ മാതൃക ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ വിശുദ്ധിയെ അനുകരിച്ച് അങ്ങയോടുള്ള സ്നേഹത്താൽ പൂരിതരാജീവിക്കാനും സഹോദരങ്ങളുടെ ആത്മരക്ഷയ്ക്ക് എത്തിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എൻ്റെ ദൈവമേ, അവിടുന്ന് നല്ലവനാണ്, അവിടുന്ന് വളരെ നല്ലവനാണെന്ന് ഞാൻ അറിയുന്നു. ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങേക്ക് മാത്രമായി എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. എൻ്റെ നല്ല ദൈവം എന്നെ ആനന്ദിപ്പിക്കുന്നതിനാൽ എന്നിൽ സദാ സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞിരിക്കുന്നു. സത്യമല്ലാതെ ഒന്നും ഞാൻ ഒരിക്കലും അന്വേഷിച്ചിട്ടില്ല, സ്നേഹത്തിന് ആത്മാർപ്പണം ചെയ്തതിൽ ഖേദിക്കുന്നുമില്ല. എൻ്റെ കാസാവക്കവരെയും നിറഞ്ഞിരിക്കുന്നു, എന്നാൽ നല്ല ദൈവം എന്നെ കൈവിടുകയില്ല. സക്രാലിൽ നിന്നോണം അങ്ങിൽ വസിക്കണമേ, അങ്ങയുടെ ബലിവസ്തുവായി എന്നിൽ നിന്നും അകന്നു പോകരുതേ. ദൈവമേ, അങ്ങയുടെ തിരുമനസ് സമ്പൂർണ്ണമായി നിറവേറ്റാനും എനിക്ക് ഒരുക്കിയിരിക്കുന്ന മഹിമ പ്രാപിക്കാനും അനുഗ്രഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, വിശുദ്ധ കുത്സ്രേസ്യ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന സ്വീകരിക്കണമേ. ഞങ്ങളുടെ ഉദ്ദേശകാര്യങ്ങൾ സഹായിച്ചെന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. പാപത്തിൽ ചരിക്കുന്നവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. ക്ലേശങ്ങൾ ധൈര്യം, സഹനങ്ങളെ ശാന്തിയും പ്രദാനം ചെയ്യണമേ. ജീവിതത്തിലെ എല്ലാ നിമിഷവും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങൾക്കെല്ലാവർക്കും നല്ല മരണം സ്വർഗഭാഗ്യവും നൽകിയരുളയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, അങ്ങയുടെ സഹായം ഞങ്ങൾക്കുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിന്നും നിറയട്ടെ. സഹനത്തിന്റെ പാതയിലൂടെ നടന്ന് മിശിഹായെ താതമ്യം പ്രാപിച്ച വിശുദ്ധ കുത്സ്രേസ്യയെ, അനുദിന ക്ലേശങ്ങളിലൂടെ വിശുദ്ധി പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗവാസം ഭൂമിയെ നന്മ ചെയ്യാൻ ചെലവഴിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ലിസിവിലെ ചെറുപുഷ്പമേ, ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗത്തു നിന്നും റോസാ പുഷ്പങ്ങൾ വർഷിക്കുന്ന ഈശോയുടെ കൊച്ചുറാണി, ദൈവാനുഗ്രഹസൂനങ്ങൾ ഞങ്ങളിലും ചൊരിയണമേ. ഈശോമിശിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ കുത്സ്രേസ്യയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ കുത്സ്രേസ്യ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് തൻ്റെ ആത്മകഥയായ നവമാലികയിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്കിപ്പോൾ വായിച്ചു കേൾക്കാം. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം. ഹാ, യേശു എൻ്റെ ആത്മാവിൽ പതിപ്പിച്ച ആ പ്രഥമ ചുംബനം എത്രയോ ഹൃദ്യമായിരുന്നു. അത് സ്നേഹത്തിൻ്റെ ചുംബനമായിരുന്നു. ഞാൻ സ്നേഹിക്കപ്പെടുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഉടനെ ഞാനും ഇങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എന്നേക്കും അങ്ങേക്ക് ഞാൻ ആത്മാർപ്പണം ചെയ്യുന്നു. ഞാൻ ഒന്നും ചോദിച്ചില്ല, സമരവും ക്ലേശവും ഒന്നുമില്ലായിരുന്നു. യേശുവും സാധു കുത്സ്രേസ്യയും പരസ്പരം വീക്ഷിക്കുകയും പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ നാളായി. എന്നാൽ അത് കേവലമൊരു വീക്ഷണമല്ലായിരുന്നു, പ്രസ്തുത ഉരുകിച്ചേരൽ ആയിരുന്നു. അതിനുശേഷം അവർ രണ്ടായിരുന്നില്ല. മഹാസമുദ്രത്തിൽ ലയിക്കുന്ന ഒരു തുള്ളി വെള്ളം പോലെ ത്രേസ്യ അദൃശ്യയായി. യേശു മാത്രം ശേഷിച്ചു. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഈ നൊവേനയുടെ 3-ാം ദിവസത്തിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുക വിശുദ്ധ കുത്സ്രേസ്യയുടെ ദിവ്യകാരുണ്യ അനുഭവത്തെക്കുറിച്ചാണ്.
വിശുദ്ധ കൊച്ച്രേസ്യായ്ക്ക് വിശുദ്ധ കുർബാനയോട് അനിതര സാധാരണമായ ഭക്തിയുണ്ടായിരുന്നു. വിശുദ്ധ കുർബാന വിശുദ്ധയുടെ ജീവിതത്തെ ഒത്തിരിയേറെ സ്വാധീനിച്ചിരുന്നു. തൻ്റെ ആത്മകഥയായ നവമാലികയിൽ തൻ്റെ ദിവ്യകാരുണ്യ അനുഭവങ്ങളെക്കുറിച്ച് വിശുദ്ധ കൊച്ച്രേസ്യ വ്യക്തമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. വെറും 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുഞ്ഞ് വിശുദ്ധ കുർബാനയോട് കാണിച്ച ആ വലിയ ഭക്തി, വിശുദ്ധ കുർബാനയുള്ള യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കുവാനായിട്ട് കാണിച്ച ആ വലിയ താല്പര്യം നമ്മളെയൊക്കെ ഒത്തിരിയേറെ അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ലിസ്സീവിൽ ആയിരുന്നപ്പോൾ സായാഹ്നത്തിൽ തൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചനായ ലൂയി മാർട്ടിനുമൊത്ത് അടുത്തുള്ള കോൺവെൻറ്റുകളിലും ഇടവകളിലുമൊക്കെ വിശുദ്ധ കൊച്ച്രേസ്യ ദിവ്യകാരുണ്യ സന്ദർശനം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ബോർഡിങ്ങിൽ പഠിച്ചിരുന്ന സമയത്തും സമയം കിട്ടുമ്പോഴൊക്കെ വിശുദ്ധ കൊച്ച്രേസ്യ ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്നു പ്രാർത്ഥിച്ചിരുന്നു. വിശുദ്ധ കൊച്ച്രേസ്യയുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തവും വ്യക്തവുമായിട്ടുള്ള ദിവ്യകാരുണ്യ അനുഭവമെന്ന് പറയുക അവളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണമായിരുന്നു. വെറും 11 വയസ്സ് മാത്രം പ്രായമുള്ള വിശുദ്ധ കൊച്ച്രേസ്യ അന്ന് ദിവ്യകാരുണ്യം ആദ്യമായിട്ട് സ്വീകരിക്കുവാനായിട്ട് നടത്തിയ ഒരുക്കങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരെയും ഒത്തിരിയേറെ അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ഈ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തെക്കുറിച്ച് വിശുദ്ധ കൊച്ച്രേസ്യ പറയുക, ഈശോ തൻ്റെ ആത്മാവിൽ പതിപ്പിച്ച പ്രഥമ ചുംബനം എന്നാണ്. 1888 ക്രിസ്മസ് നാളിൽ വിശുദ്ധ കൊച്ച്രേസ്യയുടെ ദിവ്യകാരുണ്യ സ്വീകരണം പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള വരം അവൾക്ക് കൊടുത്തെന്ന് അവൾ പറയുന്നുണ്ട്. വിശുദ്ധ കൊച്ച്രേസ്യയുടെ വിശുദ്ധ കുർബാനയോടുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധ കൊച്ച്രേസ്യയുടെ ജീവിതത്തിൽ യേശു എല്ലാമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എങ്കിലും നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് വിശുദ്ധ കൊച്ച്രേസ്യ 24 മണിക്കൂറും ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്നു പ്രാർത്ഥിച്ച് യേശു അനുഭവത്തിൽ ആറാടി എന്ന്. നമ്മളെപ്പോലെ തന്നെ വിശുദ്ധ കൊച്ച്രേസ്യയും ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്നുകൊണ്ട് ഉറക്കം തൂങ്ങിയിട്ടുണ്ട്. ആത്മീയ ശുഷ്കത അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ദിവ്യകാരുണ്യത്തിൽ അവൾ ആശ്രയിക്കാതെ പോയിട്ടുണ്ട്. എങ്കിലും അവൾ പറയുന്നുണ്ട്, മറ്റാരും യേശുവിനെ സ്നേഹിക്കാത്ത രീതിയിൽ എനിക്ക് യേശുവിനെ സ്നേഹിക്കണം, ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കണം, ദിവ്യകാരുണ്യത്തെ അനുകരിക്കണം എന്ന്. വിശുദ്ധ കുർബാന പകർന്നു കൊടുക്കുന്നത് പോലെ സ്വയം സമൂഹത്തിൽ പകുത്തു കൊടുക്കപ്പെടുവാനായിട്ട് അവൾ ആഗ്രഹിച്ചു. സ്നേഹമുള്ളവരെ, വിശുദ്ധ കൊച്ച്രേസ്യയുടെ ഈ ദിവ്യകാരുണ്യ ഭക്തി അനുകരിച്ചുകൊണ്ട് നമുക്കും ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരാം. നല്ലവനായ ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ വിശുദ്ധ കൊച്ച്രേസ്യയെ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കുക. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തോടുള്ള ശീർഷകരമായ സ്നേഹവും ആശ്രയമെന്ന വിശുദ്ധിയുടെ കുറുക്ക് വഴി വിശുദ്ധ കൊച്ച്രേസ്യയെ വെളിപ്പെടുത്തിയ മിശിഹായി വിശ്വാസത്താലും വിശുദ്ധിയാലും ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗത്തിലെ എൻ്റെ സമയം ഭൂമിയിൽ നന്മ ചെയ്യാൻ വിനിയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സഹനങ്ങൾക്കിടയിലും ദൈവസ്തുതി ഗീതങ്ങൾ ആലപിക്കുകയും സുവിശേഷ പ്രവർത്തകർക്കായി തൻ്റെ സഹനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത വിശുദ്ധയുടെ മാതൃക അനുകരിച്ച് സഹനങ്ങളെ സുഹൃതങ്ങളാക്കുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കന്യാലയത്തിലെ ചുരുങ്ങിയ ജീവിതത്തിനിടയിൽ സ്വർഗത്തിലേക്കുള്ള കുറുക്ക് വഴി കണ്ടെത്തി നിസ്സാര കാര്യങ്ങൾ പോലും ദൈവമഹത്വത്തിനായി സമർപ്പിക്കുകയും ചെയ്ത വിശുദ്ധിയെപ്പോലെ ജീവിതത്തെ നിരന്തര ബലിയർപ്പിക്കുവാനുള്ള കൃപാവരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുസഭ മേലധ്യക്ഷന്മാരെ അവരുടെ സഹപ്രവർത്തകരെയും അനുഗ്രഹിക്കണമെന്ന്, അവർക്ക് ബരമേൽപ്പിക്കപ്പെട്ടവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃത്തുക്കളെ തീക്ഷ്ണമുള്ളവരുമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും വിശുദ്ധ കൊച്ച്രേസ്യയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള വിശുദ്ധയുടെ മാധ്യസ്ഥ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോടുള്ള സ്നേഹത്തിൽ ഇരിയുവാനും
ആത്മാക്കളെ രക്ഷിക്കാൻ ജീവിതം സമർപ്പിക്കാൻ ആഗ്രഹിച്ച് വിശുദ്ധ കൊച്ചുറേസിയെ അനുകരിക്കാനും വിശുദ്ധിയിൽ വളരാനും ഞങ്ങളെ ഇവരെ അനുഗ്രഹിക്കണമേ. ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സമാപന പ്രാർത്ഥന. അത്ഭുതകരമായ വരങ്ങളാലും സ്വർഗീയദാനങ്ങളാലും വിശുദ്ധ കൊച്ചുറേസിയെ അലങ്കരിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, വിശുദ്ധിയെ പോലെ അങ്ങേ സ്നേഹിക്കാനും പുണ്യജീവിതത്തിൽ വളരാനും ആത്മാർത്ഥമായ ആഗ്രഹം സ്ഥിരമായ പരിശ്രമവും ഞങ്ങൾക്ക് നൽകണമേ. ശീർഷകജമായ നിഷ്കളങ്കതയിലും ഹൃദയ നിർമ്മലത്തിലും സദാ വ്യാപരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ നിരന്തരാശ്രയിക്കുവാനും അങ്ങേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. സഹനങ്ങളുടെ ഇടയിലും മരണവിനാഴികയിലും സ്നേഹഗീതം ആലപിച്ച് അങ്ങയുടെ സന്നിധിയിൽ പറഞ്ഞു നിന്ന് വിശുദ്ധിയെ അനുകരിച്ച് അനുദിന ക്ലേശങ്ങൾ അവിടുത്തെ പരിപാലനം ദർശിക്കാൻ ഞങ്ങൾക്ക് വരം തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുറേസിയുടെ മാധ്യസ്ഥവും സഹായവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും എല്ലാ നിയോഗങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.